12 വർഷത്തിലൊരിക്കൽ പ്രയാഗ്രാജിൽ നടക്കുന്ന മഹാകുംഭമേളയെപ്പറ്റി നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മുടെ കൊച്ചു കേരളത്തിലും ഇത് നടന്നിരുന്നതായി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നമ്മുടെ ഭാരതപ്പുഴയുടെ തീരത്ത് 250 വർഷങ്ങൾക്ക് ശേഷം ദൈവത്തിന്റെ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചെത്തിയ മഹാമാഘ മഹോത്സവം ഇപ്പോൾ ശ്രദ്ധാകേന്ദ്രമായി മാറിയിരിക്കുകയാണ്. ജനുവരി 19 മുതൽ ഫെബ്രുവരി 3 വരെ നടന്ന ഈ ഒരു ചടങ്ങിന് ലക്ഷക്കണക്കിന് ആളുകളാണ് വന്നുപോയത്. കേരള ചരിത്രത്തിൽ ചോര കൊണ്ടെഴുതിയിരിക്കുന്ന മാമാങ്കത്തിന്റെ കഥകളും അതുപോലെ മഹാമാഘ ഉത്സവത്തിന്റെ ചരിത്രവുമൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിൽ. ഇത്തവണ മഹാകുംഭമേളയുടെ കാഴ്ചകൾ നേരിട്ട് വന്ന് കാണാൻ പറ്റാത്തവർക്കായിട്ട് ഈ വീഡിയോ ഞങ്ങൾ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഞങ്ങൾ കോഴിക്കോട് നിന്നാണ് യാത്ര തുടങ്ങിയത്. കോഴിക്കോട് നിന്ന് ഇപ്പോൾ തിരുനാവായ പോകുന്ന റൂട്ടിലാണ്. മലപ്പുറം ജില്ലയിൽ ഭാരതപ്പുഴയുടെ തീരത്തുള്ള തിരുനാവായ മണപ്പുറത്താണ് ഈ ഒരു ഉത്സവം നടക്കുന്നത്. ഇവിടേക്ക് നമുക്ക് രണ്ട് രീതിയിൽ വരാൻ പറ്റും. മലപ്പുറത്തുനിന്ന് താനൂർ വഴി തിരുനാവായയിലേക്കാണ് ഞങ്ങൾ വന്നത്. പോകുന്ന വഴിയിൽ തിരുനാവായ എത്തുന്നതിന് തൊട്ട് മുമ്പായിട്ട് മണിക്കിണർ കാണാൻ വേണ്ടി റോഡ് സൈഡിൽ നിർത്തിയതാണ്. തിരുനാവായ നാവാമുകുന്ദ ക്ഷേത്രത്തിന് തൊട്ട് മുന്നായിട്ടാണ് മണിക്കിണർ ഉള്ളത്. ചരിത്രമൊക്കെ അറിയാവുന്ന ഒരുവിധ ആൾക്കാർക്കൊക്കെ എന്താണ് മണിക്കിണറെന്ന് അറിയാമായിരിക്കും. മാമാങ്കത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും പ്രാധാന്യമുള്ള ഒന്നാണ് മണിക്കിണർ. പണ്ടുകാലത്ത് 12 വർഷത്തിലൊരിക്കൽ ഭാരതപ്പുഴയുടെ തീരത്ത് നടന്നിരുന്ന മാമാങ്കത്തിൽ ധാരാളം ചാവേറുകൾ കൊല്ലപ്പെട്ടിരുന്നു. അങ്ങനെ കൊല്ലപ്പെട്ടിരുന്ന ചാവേറുകളുടെ ശവശരീരങ്ങൾ മറവ് ചെയ്യുവാനായിട്ടാണ് ഈ ഒരു കിണർ ഉപയോഗിച്ചത്. മാമാങ്കത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഏറെ പ്രാധാന്യമുള്ള ഈ ഒരു മണിക്കിണർ ഇന്ന് പുരാവസ്തു വകുപ്പിന്റെ കീഴിലാണ് സംരക്ഷിക്കപ്പെടുന്നത്. ചാവേറുകളുടെ മൃതശരീരങ്ങൾ കൂട്ടമായിട്ട് കൊണ്ടുവന്നിട്ടിട്ട് ആനകളെ ഉപയോഗിച്ചായിരുന്നു ഈ കുഴിയിൽ ചവിട്ടി താഴ്ത്തിരുന്നത്. ഈ ഒരു അടുത്ത കാലം വരെ തിരുനാവായിലെ സ്വകാര്യ ആശുപത്രി വളപ്പിലായിരുന്നു ഈ ഒരു മണിക്കിണർ സ്ഥിതി ചെയ്തിരുന്നത്. എന്നാൽ 2008 സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള പുരാവസ്തു വകുപ്പ് ഇത് സംരക്ഷിത സ്മാരകമായിട്ട് ഏറ്റെടുത്തു. ഇപ്പോൾ ഇതിന്റെ സുരക്ഷയ്ക്കായിട്ട് നല്ലൊരു ചുറ്റുമതിലും കമ്പിവേലിയും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. മണിക്കിണറിന്റെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ അടുത്തതായിട്ട് പോയത് നിലപാട് തറ കാണാനായിട്ടാണ്. ചരിത്രത്തിന്റെ ഭാഗമായിട്ടുള്ള ഇതൊക്കെ ഇപ്പോൾ സ്വകാര്യ വ്യക്തികളുടെ ലാൻഡിലാണ് സ്ഥിതി ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ആ കാണുന്ന മരത്തിന്റെ അപ്പുറം കാണുന്ന കരിങ്കല്ല് കൊണ്ടുള്ള തറയാണ് നിലപാട് തറ എന്ന് അറിയപ്പെടുന്നത്. മാമാങ്കത്തിലെ രക്ഷാപുരുഷനായ രാജാവ് എഴുന്നള്ളി വാളും പിടിച്ച് നിലപാട് ഉറപ്പിച്ചിരുന്ന സ്ഥലമാണ് നിലപാട് തറ. തറനിരപ്പിൽ നിന്നും പൊങ്ങിയതായിട്ടാണ് നിലപാട് തറ പണിതിരിക്കുന്നത്. ചെങ്കല്ലും കരിങ്കല്ലും ഒക്കെ മിക്സ് ചെയ്തിട്ട് ചതുരാകൃതിയിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു വശത്തായിട്ട് വൃത്താകൃതിയിലുള്ള ഒരു കിണറും മറുവശത്തായി കരിങ്കല്ലിൽ തീർത്തിട്ടുള്ള ഒരു ഇരിപ്പിടവും കാണാൻ പറ്റും. ലോക സാംസ്കാരിക പൈതൃകത്തിന്റെ വിലപ്പെട്ട ഭാഗമായി പ്രഖ്യാപിക്കപ്പെട്ട ഒരു സ്മാരകമാണ് ഇന്ന് ഈ നിലയിൽ കിടക്കുന്നത്. ഇനി നമുക്ക് മാമാങ്കത്തിന്റെ ചരിത്രത്തെക്കുറിച്ചൊന്ന് സംസാരിച്ചാലോ? കേരളത്തിൽ പണ്ട് കാലത്ത് 12 വർഷത്തിൽ ഒരിക്കൽ മാത്രം നടന്നിരുന്ന ഒരു വലിയ നദീതീര ഉത്സവമായിരുന്നു മാമാങ്കം. നമ്മുടെ ഭാരതപ്പുഴയുടെ തീരത്ത് ഇന്നത്തെ മലപ്പുറം ജില്ലയിലെ തിരുനാവായ എന്ന സ്ഥലത്തായിരുന്നു മാമാങ്കം നടന്നിരുന്നത്. ഏതാണ്ട് ഒരു മാസക്കാലത്തോളമായിരുന്നു ഈ ഒരു ആഘോഷം നീണ്ടു നിന്നിരുന്നത്. ഈ ഒരു മഹോത്സവത്തിന്റെ സമയത്ത് ഇവിടം ഒരു വാണിജ്യ കേന്ദ്രമായി മാറിയിരുന്നു. മാമാങ്കത്തിന്റെ രക്ഷാധികാരിയാവുക എന്നത് അന്നത്തെ കാലത്ത് വളരെയധികം അന്തസ്സ് നൽകിയിരുന്ന ഒരു പദവിയായിരുന്നു. അതിനായി വള്ളുവ കോനാതിരിയും സാമൂതിരിയും തമ്മിൽ എന്നും വാക്കേറ്റങ്ങളും യുദ്ധങ്ങളും നടന്നിരുന്നു. സാമൂതിരിയുടെ ഭരണകാലത്ത് തട്ടിയെടുത്ത രക്ഷാധികാരി സ്ഥാനം തിരിച്ചുപിടിക്കാനായിട്ട് വള്ളുവനാടൻ ചാവേറുകൾ സാമൂതിരിയെ വധിക്കാൻ നടത്തുന്ന പോരാട്ടങ്ങളായിരുന്നു ഇതിന്റെ പ്രധാനപ്പെട്ട ആകർഷണം. ഈ കാണുന്നതാണ് മാമാങ്കത്തിലെ മുറിവേറ്റ പടയാളികൾക്കുള്ള മരുന്നുകൾ സൂക്ഷിച്ചിരുന്ന മരുന്നറ. വെട്ടുകല്ലിൽ ഒരു മുനിയറയുടെ ഷേപ്പിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. അങ്ങനെ മാമാങ്കത്തിന്റെ ചരിത്രത്തിന്റെ അവശേഷിപ്പുകളൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ കേരള മഹാകുംഭമേള കാണുവാനായിട്ട് മുന്നോട്ട് നീങ്ങി. ഞങ്ങൾ ഒരു 4 മണിയൊക്കെ ആയിട്ട് എത്തിയിട്ട് പോലും ഇവിടെ നല്ല രീതിയിൽ തിരക്കായി തുടങ്ങിയിട്ടുണ്ട്. അങ്ങോട്ടേക്ക് കയറി പോകാനായിട്ട് വളരെ നേരം നീണ്ടു നിൽക്കുന്ന ക്യൂ ആണ് ഇവിടെ ഉള്ളത്. നമ്മൾ ആദ്യം പറഞ്ഞ നദിയുടെ അക്കരെയുള്ള തവനൂർ വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും തിരക്കിൽ നിന്നൊക്കെ ഒഴിവായിട്ട് നമ്മൾ ഡയറക്റ്റ് ആ സ്നാനഘട്ടത്തിൽ എത്താൻ പറ്റുന്നതാണ്. എന്നാൽ ഇവിടുത്തെ പ്രസിദ്ധമായിട്ടുള്ള നാവാമുകുന്ദ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇക്കരയിലാണ്. ഇവിടെ നിന്നും അക്കരയിലേക്ക് പോകുവാനായിട്ട് താൽക്കാലികമായിട്ട് നിർമ്മിച്ച ഒരു പാലമാണ് ഇപ്പം നിലവിലുള്ളത്. അതുവഴി ഒരു സമയത്ത് 2 വരിയായിട്ട് മാത്രമേ സഞ്ചരിക്കുവാനായിട്ട് പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ ഇത്രയും തിരക്ക് അനുഭവപ്പെടുന്നത്. നദിയുടെ അക്കരയിലുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. 10,000-കണക്കിന് ആളുകളാണ് ഉച്ച മുതലായിട്ട് ഇവിടെ നിളാരതി കാണുവാനായിട്ട് വന്നിരിക്കുന്നത്.
ഈ നദിയുടെ അക്കരെ ഇക്കരെ കടക്കുവാനായിട്ട് താൽക്കാലികമായിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഈ ഒരു പാലം മാത്രമാണ് ഇവിടുത്തെ ആശ്രയം. നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് മാമാങ്കത്തിന്റെ ചോര കൊണ്ടെഴുതിയ പോരാട്ട ചരിത്രമായിരുന്നു. ഇനി നമുക്ക് മാമാങ്കത്തിന്റെ ചരിത്രത്തിന്റെ മറ്റൊരു ഭാഗം കൂടി കേട്ടാലോ. ഐതിഹ്യങ്ങൾ പ്രകാരം പരശുരാമന്റെ നിർദ്ദേശാനുസരണം ബ്രഹ്മാവ് ലോക നന്മയ്ക്കായി ആദ്യമായി യാഗം നടത്തിയത് തിരുനാവായിലെ തവനൂരിലാണെന്നാണ് പറയപ്പെടുന്നത്. ബ്രഹ്മാവ് മാഘമാസത്തിൽ 28 ദിവസമാണ് ഇവിടെ യാഗം നടത്തിയതെന്ന് പറയപ്പെടുന്നു. ഈ സമയത്ത് ഗംഗ ഉൾപ്പെടെയുള്ള നദികളുടെ സാന്നിധ്യം ഈ നദിയിൽ ഉണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത്. മകം നക്ഷത്രത്തിലാണ് ഇതിന്റെ പ്രധാന ആഘോഷം. ഈ മാസം ചെയ്യുന്ന സത്പ്രവൃത്തികൾക്ക് ഇരട്ടി ഫലം ലഭിക്കുമെന്നാണ് വിശ്വാസം. വ്രതങ്ങൾ, ദാനം, പുണ്യസ്നാനം എന്നിവയിലൂടെ പാപങ്ങൾ കഴുകിക്കളയാനും ജീവിതത്തിൽ ഐശ്വര്യവും സമാധാനവും നേടാനും മാഘമാസം സഹായിക്കുമെന്നും വിശ്വാസമുണ്ട്. അതുകൊണ്ടൊക്കെയാണ് ഇത്തവണ ലക്ഷക്കണക്കിന് ആൾക്കാർ ഇവിടെ നിലാസ്നാനം ചെയ്യുവാനായിട്ട് എത്തിയത്. സന്ധ്യാസമയത്ത് നടക്കുന്ന നില ആരതി കാണുവാനായിട്ട് ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഇവിടെ തടിച്ചു കൂടിയിരിക്കുന്നത്. ഈ സ്ഥലത്തിന് തവനൂർ എന്ന പേര് വന്നതിന്റെ പിന്നിൽ ഒരു ഐതിഹ്യമുണ്ട്. പണ്ട് സന്യാസിമാർ തപസ് ചെയ്യുവാനായിട്ട് എത്തിയിരുന്ന ഈ ഒരു സ്ഥലത്തിന് താപസന്നൂർ എന്നായിരുന്നു പേര്. അത് പിന്നീട് പറഞ്ഞ് തവനൂർ എന്നായി മാറിയതാണ്. ഈ വർഷം ജനുവരി 19 മുതൽ ഫെബ്രുവരി 3 വരെയായിരുന്നു ഈ ഒരു ആഘോഷം ഉണ്ടായിരുന്നത്. 250 വർഷങ്ങൾക്ക് മുമ്പ് ഓരോ 12 വർഷം കൂടുമ്പോഴും മഹാമാഘ മഹോത്സവം അഥവാ മാമാങ്കം നടത്തിയിരുന്നു. 12 വർഷം കൂടുമ്പോൾ കേരള രാജാവായി ചേരമാൻ പെരുമാളിനെ തിരഞ്ഞെടുക്കപ്പെടുന്നത് ഈ മഹാമാഘ മഹോത്സവത്തിൽ വെച്ചായിരുന്നു. സമസ്ത ദേവതകളും കുടികൊള്ളുന്ന ഈ മണ്ണിൽ നിന്നും എടുക്കുന്ന ഒരു തീരുമാനങ്ങളും ഒരിക്കലും പാഴാവുകയില്ലെന്നായിരുന്നു വിശ്വാസം. കേരളത്തിലെ ഏക ബ്രഹ്മക്ഷേത്രവും ഇവിടെയാണ്. ഇവിടുത്തെ നില ആരതി നടത്തുവാനായിട്ട് ഉത്തരേന്ത്യയിൽ ഗംഗാ ആരതി നടത്തുന്ന അതേ സംഘം തന്നെയാണ് ഇവിടെയും എത്തിയത്. ഏതാണ്ട് സന്ധ്യയോട് അടുത്തപ്പോഴത്തേക്കും ലക്ഷക്കണക്കിന് ആൾക്കാരായിട്ട് കരയിലും വെള്ളത്തിലുമൊക്കെ ആയിട്ട് നിന്നുകൊണ്ട് ഈ കാഴ്ചകൾ കാണാനായിട്ട് ഇവിടെ എത്തിയത്. അതുപോലെ തന്നെ ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നുമായിട്ട് ഒരുപാട് സന്യാസികളും ഇവിടേക്ക് എത്തിയിരുന്നു. അങ്ങനെ ഒരു 6 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് നില ആരതിയുടെ ചടങ്ങുകളൊക്കെ ആരംഭിച്ചിരുന്നു. നില ആരതി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഒരാൾക്കും പുറത്തേക്ക് പോകുവാനായിട്ട് അനുവാദമില്ല. ആ ചടങ്ങുകൾ പൂർണ്ണമായും കഴിഞ്ഞതിന് ശേഷം മാത്രമേ പുറത്തേക്ക് ഇവിടുന്ന് ആളുകളെ വിട്ടിരുന്നുള്ളൂ. അങ്ങനെ ഒരു 6:30 ആയപ്പോഴത്തേക്ക് ശംഖുവിളിയോടുകൂടി നില ആരതി ആരംഭിച്ചു. ഏകദേശം 1 മണിക്കൂർ നേരമാണ് നില ആരതി നടക്കുന്നത്. ദീപങ്ങൾ ഉയരുകയും മന്ത്രങ്ങൾ മുഴങ്ങുകയും ചെയ്തതോടെ കാശിയിൽ നിന്നുള്ള പണ്ഡിതന്മാർ കേരളത്തിൽ ആദ്യമായി ആചാരപരമായിട്ടുള്ള നദി ആരതി നടത്തി. വിളക്കുകൾ ഉയരുകയും താഴുകയും ചെയ്യുന്നതിനൊപ്പം മന്ത്രങ്ങളുടെ ശബ്ദങ്ങളും കൂടി നദീതീരത്തെ വ്യാപിച്ചപ്പോൾ ഭക്തരും സന്ദർശകരും ഒരേ സമയം നിശബ്ദ പ്രാർത്ഥനയിൽ ലയിച്ചു. നില നദിയെ ദേവതയായി കണ്ടുകൊണ്ടാണ് പൂജ നടത്തുന്നത്. നില എന്നറിയപ്പെടുന്ന നമ്മുടെ ഭാരതപ്പുഴയെ അമ്മയായി കണ്ടുകൊണ്ട് ആരാധിക്കുന്ന വേളയാണ് നില ആരതി. ഇത്തവണത്തെ മഹാമാഘ ഉത്സവത്തിൽ എല്ലാ ദിവസവും വാദ്യമേളങ്ങളോടുകൂടി ഈ ഒരു നില ആരതി ഇവിടെ ഉണ്ടായിരുന്നു. കാശിയിൽ ഗംഗാ ആരതി നടത്തുന്നവരുടെ നേതൃത്വത്തിലായിരുന്നു ഈ ഒരു നില ആരതി ഇവിടെ നടന്നത്. ഇനി 2028 ഇതിലും വിപുലമായിട്ടുള്ള ആഘോഷങ്ങളൊക്കെ ആയിട്ട് നില ആരതിയും അതുപോലെ മഹാമാഘ മഹോത്സവവും ആഘോഷിക്കുമെന്നാണ് സംഘാടകർ അറിയിക്കുന്നത്. കേരളത്തിൽ ആദ്യമായിട്ട് നടക്കുന്ന ഈ ഒരു ചടങ്ങിന്റെ കാഴ്ചകളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നത് മാത്രമായിരുന്നു ഈ ഒരു വീഡിയോയുടെ ഉദ്ദേശം. അതോടൊപ്പം കൂടെ ഇതിന്റെ ചരിത്രം കൂടി നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് തോന്നി. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ നിർദ്ദേശങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അണ്ടിൽ ദെൻ ബൈ ബൈ.